This is Neha. നമ്മൾ പുതിയൊരു ലൈവ് സെഷനായിട്ട് വന്നിരിക്കുകയാണ് വീണ്ടും. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബിഫോർ സ്റ്റാർട്ടിങ് അവർ ലൈവ്, ലെറ്റ്സ് വെയിറ്റ് ഫോർ എ കപ്പിൾ ഓഫ് സെക്കൻഡ്സ് ഫോർ അവർ സ്റ്റുഡൻസ് ടു ജോയിൻ. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ എന്താ പറയുന്ന ഐഡിയാസ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ട്രൂ ഫോൾസ് നോട്ട് ഗീവൺ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വരുന്ന കോമൺ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ട്രൂ ഓഫ് ഫോൾസ് ക്വസ്റ്റ്യൻസ്, ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഉള്ള ടിപ്സ് ട്രിക്സ് എന്താണ്, അതേപോലെ തന്നെ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ ഫോൾസ് നോട്ട് ഗീവൻ ആൻഡ് യെസ് നോ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, മെയിനായിട്ടുള്ള ചെറിയ ചെറിയ ഡിഫറൻസ് എന്താണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഓക്കെ, നമുക്കറിയാം നാളെ നമ്മുടെ IELTS എന്താണ് പറയുക, അക്കാഡമിക്കിൻ്റെയും അതുപോലെ തന്നെ ജനറൽ ട്രെയിനിങ്ങിൻ്റെയും എക്സാമുള്ള ദിവസമാണ്. ഒരുപാട് സ്റ്റുഡൻസ് ഈവൻ ഫ്രം TIJU'S ACADEMY ഒരുപാട് സ്റ്റുഡൻസ് എന്താണ് പ്രിപ്പയർ ചെയ്തിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഗുഡ് മോർണിംഗ് ഷിലു. ഓക്കെ, എക്സാം എഴുതാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സോ ഫോർ എവ്രി വൺ ഐ വിഷ് യു എ വെരി വെരി ഗുഡ് ലക്ക്. എന്താ പറയുക, നിങ്ങൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യം, ഇതുവരെ എന്താണോ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളത് അതെല്ലാം അങ്ങനെ തന്നെ വയ്ക്കുക. പുതിയതായിട്ട് സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ ഇന്ന് നിങ്ങളിരുന്ന് പഠിച്ച് നിങ്ങളുടെ ഒരു എന്താ പറയുക എക്സാമിൻ്റെ ആ ഒരു ദിവസത്തിൽ വെറുതെ പാനിക്കായി ടെൻഷൻ ആവരുത്. അപ്പം എന്താണോ ഇത്രയും ദിവസം നിങ്ങൾ പഠിച്ച്, ഇത്രയും ദിവസം നിങ്ങൾ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ള കോണ്ടൻറ്റ്സ്, ഐഡിയാസ്, വാട്ട് എവർ ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, വാട്ട് എവർ ഇറ്റ് ഇസ്, എന്താണെങ്കിലും അത് നിങ്ങൾ നന്നായിട്ട് തന്നെ മുമ്പോട്ടത്തേക്ക് എന്താ പറയുക ബ്രഷപ്പ് ചെയ്ത് വെക്കുക. നാളത്തേക്ക് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഫോർ ഓൾ ദി സ്റ്റുഡൻസ് ഐ വുഡ് സേ ദാറ്റ് ടുഡേ ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി ടു ബിൽഡ് ദ ടുമോറോ യു വാണ്ട്. നിങ്ങൾക്ക് വേണ്ട നാളത്തെ എന്നൊരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ഒരു ദിവസത്തെ അല്ലെങ്കിൽ ടുഡേസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. സോ ഫോർ എവറി സ്റ്റുഡൻസ് ഐ വുഡ് സേ യൂട്ടിലൈസ് യുവർ ഓപ്പർച്യൂണിറ്റീസ് വിച്ച് യു ഗോട്ട് ടുഡേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. ഓക്കെ, എനിവേ ലെറ്റ്സ്, നമ്മുടെ സ്റ്റുഡൻസൊക്കെ ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ അനുഗ്രഹ്, ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് തുടങ്ങുന്നുണ്ട്. എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ലൈവ് സെഷൻ. ഓക്കെ, എന്താണ് ട്രൂ ഫോൾസ് നോട്ട് ഗീവൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ, ഒരു ഐഡിയ നോക്കാം. ട്രൂ ഫോൾസ് നോട്ട് ഗീവൻ ക്വസ്റ്റ്യൻസ് റിക്വയർസ് യു ടു ഐഡൻറ്റിഫൈ ഈഫ് ഇൻഫോർമേഷൻ ഇൻ എ ടെക്സ്റ്റ് ഇസ് ട്രൂ ഓർ നോട്ട് അല്ലേ. അപ്പോൾ ഈ ട്രൂ നോട്ട് ഗീവൻ ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് ആദ്യമേ മനസ്സിലാവുന്ന ഒരു ഐഡിയ എന്താണ്, ഇവിടെ എന്താണ് നമ്മൾ നോക്കുന്നത്, നമ്മുടെ പെർട്ടിക്കുലർ പാസേജിൽ കൊടുത്തിട്ടുള്ള ഐഡിയയും നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും ഇത് തമ്മിൽ മാച്ചായി പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ട്രൂ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് മാച്ചിങ് ദെൻ ഇറ്റ് ഈസ് ഫാൾസ് അല്ലേ. അതാണ് നമ്മുടെ ബേസിക് ഒരു ഐഡിയ, അല്ലെങ്കിൽ ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതാണ്. ആൻഡ് you will be given a number of factual statements and have to check the text to see if they are true or not. നമുക്ക് ബേസിക്കലി ഈ ട്രൂ ഓർ നോട്ട് അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് തന്നിട്ടുള്ളത് ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മളത് ട്രൂ ആണോ ഫോൾസ് ആണോ നോട്ട് ഗിവൺ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് this is probably the most difficult questions on the reading question paper for sure അല്ലേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് പേര് ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ട്രൂ ഫോൾസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ആണ്, കൂടുതലും ആളുകൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പക്ഷേ എന്താ പറയുക, അതിൻ്റെ ഒരു ടാക്ടിക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടിപ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അതൊന്ന് നമ്മളൊന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കുമ്പോഴത്തേനും നമുക്ക്
എന്താ പറയുക, റെക്ടിഫൈ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, സുഖമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനാണ് ട്രൂ യെസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എന്താണ് ഈ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ എന്ന് പറയുന്നത്? നമുക്കൊന്ന് നോക്കാം. The most important thing to remember is that the word true, false and not given actually means and therefore what IELTS want to write. നമുക്ക് എന്താണ് ഇനി ഇവിടെ IELTSൽ ഈ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ എന്നുകൊണ്ട് IELTS എക്സാമിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. If the text agrees with or confirms the information in the statement, the answer is true. അതായത് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റിലെ ഇൻഫർമേഷനും നമ്മുടെ പാസേജിലെ ഇൻഫർമേഷനും മാച്ച് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് യുവർ ആൻസർ ഈസ് ട്രൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ട്രൂ ആയിരിക്കും. ഇനി എന്താണ് ഫോൾസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇഫ് ദ ടെക്സ്റ്റ് കോൺട്രാഡിക്റ്റ്സ് or is the opposite to the information to the statement, the answer is false. അതായത് നമ്മുടെ വ്യൂസിനെയായിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഐഡിയയുമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് ആണ് നമ്മുടെ പാസേജിൽ തന്നിട്ടുള്ളത് എങ്കിൽ ദാറ്റ് ഈസ് ഫോൾസ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓപ്പോസിറ്റ് വ്യൂസ് ആണ് നമുക്ക് പാസേജിൽ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ഓപ്പോസിറ്റ് ആ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ്സ് ആണെങ്കിൽ എന്താണത്? ഫോൾസ് ആയിരിക്കും. അതാണ് ഫോൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് നോട്ട് ഗീവൺ എന്ന് പറയുന്നത്? ഓഫ് കോഴ്സ് നോട്ട് ഗീവൺ, ദറ്റ് നെയിം ഇറ്റ്സെൽഫ് സീസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഗീവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ പാസേജിൽ തന്നിട്ടേ ഉണ്ടാവില്ല, അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടേ ഉണ്ടാവില്ല, ദെൻ ദാറ്റ് ഈസ് നോട്ട് ഗീവൺ. ഏറ്റവും കൂടുതൽ ആളുകൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് ടൈം കൺസ്യൂം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നോട്ട് ഗീവൺ ക്വസ്റ്റ്യൻസ്. ഇനി ആൻസർ ഉണ്ടോ, വീണ്ടും ഇത് തന്നെയാണോ എന്ന് റീകൺഫേം ചെയ്യാൻ നമ്മൾ ഒരുപാട് സമയം എടുക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് എടുത്ത് വെച്ച് ടൈം നോക്കുന്ന ഒരു സെറ്റ് ഓഫ് എന്താ പറയുക ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന നോട്ട് ഗിവൺ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഒരുപാട് സമയം പലരും വേസ്റ്റ് ചെയ്യാറുണ്ട്. സോ if there is no information, or it is impossible, if there is no information, it is very impossible to know whether the answer, സോ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ. ഉറപ്പായിട്ടും അത് നോട്ട് ഗിവൺ ആയിരിക്കും, നമ്മുടെ പാസേജിൽ തന്നിട്ടുണ്ടാവില്ല. ഓക്കെ, സോ ഇതാണ് എന്താണ് ട്രൂ ഫോൾസ് അല്ലെങ്കിൽ നോട്ട് ഗിവൺ എന്നുള്ളതിൻ്റെ ചെറിയ ഒരു ഐഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറൈറ്റ്, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ഐഡിയാസിലേക്ക് പോകാം. എന്താണ് കോമൺ ആയിട്ട് നമ്മുടെ പ്രോബ്ലംസ്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ബേസിക്കലി ഈ ഒരു ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ ഫേസ് ചെയ്യാൻ ചാൻസസ് ഉള്ള ചില പ്രോബ്ലംസ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഹിയർ ഇസ് ദ നോട്ട് ഗിവൺ ഓപ്ഷൻ. Most students are not used to answering the question like this, and it causes them a lot of problems because they are not sure what to look for. They also spend too much time making sure that it is not given, and this affects the rest of your test. Of course, നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം അല്ലേ, നോട്ട് ഗീവൺ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ കുറേ അധികം സമയം ചിലരെടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നോട്ട് ഗീവൺ തന്നെയാണോ എന്ന് വീണ്ടും റീകൺഫേം ചെയ്യാൻ വേണ്ടി കുറേ അധികം സമയം നമ്മൾ ചിലപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് വേണ്ടി വേസ്റ്റ് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താണ്? നമുക്ക് ടൈമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. റീഡിങ് എന്ന് പറയുന്നൊരു മുട്ടിയുള്ള നമ്മൾ ഒരുപാടധികം ടൈം ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് വേണ്ടി മാത്രം മാറ്റി വെച്ചാൽ നമ്മുടെ മറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമിനെയും ഇത് അഫക്റ്റ് ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ആരും നോട്ട് ഗിവൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് ഒരുപാട് സമയം അതിന് വേണ്ടി വേസ്റ്റ് ചെയ്യാതെ ഇരിക്കുക. ഇഫ് യു ആർ നോട്ട് ഫൈൻഡിങ് സച്ച് ഇൻഫർമേഷൻ ഇൻ ദ പാസേജ്, ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഗിവൺ. അത് നോട്ട് ഗിവൺ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അത് വീണ്ടും റീകൺഫേം ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതിലേക്ക് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യരുത്. ഇറ്റ്സ് ടോട്ടലി വേസ്റ്റ് ഓഫ് യുവർ ടൈം. യു വിൽ നെവർ ഗെറ്റ് ഇനഫ് ടൈം ടു കംപ്ലീറ്റ് ദ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതാണ് കോമൺ ആയിട്ടുള്ളൊരു ഫസ്റ്റ് പ്രോബ്ലം. സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു ഫേസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, നൗ ദി സെക്കൻഡ് വൺ. Students also fail to understand exactly what each statement means and therefore cannot identify if it is true or false.
Many focus on keywords instead of understanding what the statement as a whole. എന്താണ് പല സ്റ്റുഡൻസിനും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ ഐഡിയയുടെ ഒരു മീനിങ് മനസ്സിലാക്കാതെയാണ് അവർ മുമ്പോട്ടത്തേക്ക് പോകുന്നുണ്ടാവുക. ട്രൂ ആണെന്നോ അല്ലെങ്കിൽ ഫോൾസ് ആണെന്നോ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആ പറയുന്ന കാര്യത്തിൻ്റെ മീനിങ് മനസ്സിലാകണം. മീനിങ് മനസ്സിലാവാതെ നമുക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. സോ മീനിങ് മനസ്സിലാക്കിയെടുക്കാൻ പല സ്റ്റുഡൻസും കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട്. So that is the common second problem faced by most of the students. And കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നു, കീവേഡ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ IELTS റീഡിംഗ് എന്ന് പറയുന്നൊരു മൊഡ്യൂളിൽ കീവേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് അതിനെ മാത്രം കണ്ടുപിടിക്കുക. ഇഫ് യു ആർ ഗെറ്റിംഗ് ദാറ്റ് കീവേഡ് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഇസ് ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, അങ്ങനെയല്ല. നമ്മൾ ആ ഒരു ഫുൾ ഐഡിയയുടെ മീനിങ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മുമ്പോട്ടത്തേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മൾ ആ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വേർഡ് കിട്ടി എന്നതിൻ്റെ ബേസിസിൽ ഒരിക്കലും നമ്മുടെ ആൻസർ ട്രൂവും ഫോൾസും ആവുന്നില്ല അല്ലേ. അപ്പോൾ അത് ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും വലിയൊരു കോമൺ മിസ്റ്റേക്ക്. അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ മീനിങ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്. Now, another common mistake is identifying keywords in the statement and then trying to find words that exactly match them in the text. You can do this, but more often the words will be most of the words will be synonyms അല്ലേ. നമുക്ക് ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാം. കോമൺ ആയിട്ട് നമ്മൾ കുറച്ച് മുമ്പേയും പറഞ്ഞു, കോമൺ ആയിട്ട് സ്റ്റുഡൻസ് ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, അവർ ഈ സിനോണിംസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ ആ ഒരു പെർട്ടിക്കുലർ വേർഡിനെ നമ്മുടെ എന്താ പറയുക പാസേജിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ ശ്രമിക്കുന്നത്. നമുക്ക് കീവേഡ്സ് ആവശ്യമാണ്. എന്തിനാണ്? നമുക്ക് ആ ഒരു പാസേജിൻ്റെ ഏരിയയെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കീവേഡ് ആവശ്യമാണ്. പക്ഷേ ഈ കീവേഡ് കിട്ടി എന്നതുകൊണ്ട് മാത്രം ഒന്നും ആയിട്ടില്ല. നമുക്ക് ആ ഒരു ഫുൾ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ കീവേഡ് തന്നിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അതിൻ്റെ സിനോണിംസ് ആയിരിക്കാം നമ്മുടെ പാസേജിൽ കിടക്കുന്നുണ്ടാവാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. എന്നിരുന്നാലും ഇതിൻ്റെ ഹോൾ ഐഡിയ മനസ്സിലാക്കാതെ നമുക്ക് വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ് ഇത് റെക്ടിഫൈ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുറച്ച് മിസ്റ്റേക്സ് ആണ് കൂടുതലും സ്റ്റുഡൻസ് വരുത്തുന്നത്, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാതെ പോകുന്നത് ചില പ്രോബ്ലംസ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ ഈ ഒരു ട്രൂ ഫോൾസ് എന്നൊരു ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽട്ടി ഒരു എക്സ്റ്റെൻറ്റ് വരെ നിങ്ങൾക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. Now we are moving to the difference between true, false, not given questions or yes and no questions. ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? കേൾക്കുമ്പോൾ പേരിൽ ഒരേപോലെയാണ്, യെസ് ഒരേപോലെയാണ് എന്ന് നമുക്ക് തോന്നും. എന്നാലും ഇതിന് ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ട്രൂ, ഫോൾസ്, നോട്ട് ഗിവൻ ക്വസ്റ്റ്യൻസ് ആർ ഓൾ അബൌട്ട് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഒപ്പീനിയൻ, ഇറ്റ്സ് അബൌട്ട് ദ ഫാക്ട്. നമ്മൾ തൊട്ട് മുമ്പ് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു, ഈ ട്രൂ ഫോൾസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഫാക്റ്റൽ ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ ഒരിക്കലും നമ്മളുടെ ഒപ്പീനിയനെ പറ്റിയിട്ടല്ല എക്സാമിനർ ചോദിക്കുന്നത്, നമ്മുടെ അവിടെ എൻക്വയറി ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ടാവുക. ഒരിക്കലും നമ്മുടെ ഒപ്പീനിയൻ അല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് എ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് നോട്ട് അബൌട്ട് യുവർ ഒപ്പീനിയൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഫാക്ട്. What is the factors? Fact എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. That is the first difference. But whereas in the yes no questions, ഇവിടെ നമ്മൾ റൈറ്ററിൻ്റെ ഒപ്പീനിയൻ ആണ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ നമ്മൾ റൈറ്ററിൻ്റെ ഒപ്പീനിയൻ ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റൈറ്ററിൻ്റെ ഒപ്പീനിയൻ വെദർ ഇറ്റ് ഇസ് ട്രൂ ഫോൾസ് വിച്ച് ഇസ് മാച്ചിങ് വിത്ത് ദ ടെക്സ്റ്റ്, ഇതാണ് നമ്മൾ നോക്കുന്നുണ്ടാവുക ഇൻ ദ യെസ് നോ ക്വസ്റ്റ്യൻസ്. ക്ലിയർ? അതാണ് ആദ്യത്തെ ഒരു ഡിഫറൻസ്. ട്രൂ ഫോൾസ് ഇസ് എ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആൻഡ് യെസ് നോ ക്വസ്റ്റ്യൻസ് ഇസ് എൻ ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ വേർ ദ റൈറ്റേഴ്സ് ഒപ്പീനിയൻ ആണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ? ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഡിഫറൻസ്. നൗ ദ സെക്കൻഡ് വൺ. ഇഫ് ദ ആൻസർ ഇസ് യെസ്, ദ സ്റ്റേറ്റ്മെൻറ്റ് എഗ്രീ വിത്ത് ദ ക്ലെയിംസ് ഓഫ് ദ റൈറ്റർ. അതായത് നമ്മളുടെ യെസ് ആസ് നമ്മൾ ട്രൂ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ യെസ് നോ ക്വസ്റ്റ്യനിൽ യെസ് ആണ് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവും ആണ് എങ്കിൽ റൈറ്ററിൻ്റെ ഒപ്പീനിയനുമായിട്ട് റൈറ്ററിൻ്റെ ഒപ്പീനിയൻ കറക്റ്റ് ആണ് എന്നുള്ളതാണ് ആ ഒരു യെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി സെഡ് ജസ്റ്റ് ബിഫോർ ദാറ്റ് ഇസ് അബൌട്ട് ദ റൈറ്റേഴ്സ് ഒപ്പീനിയൻ അല്ലേ. അപ്പോൾ അത് യെസ് ആണെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് ദ റൈറ്റേഴ്സ് ഒപ്പീനിയൻ, അത് യെസ് ആണ്, ശരിയാണ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, നൗ
If it is no, the statement contradicts the claim of the writer. റൈറ്റർ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പാസേജിൽ പറയുന്ന കാര്യവുമായിട്ട് നമ്മുടെ ആ ഒരു ഒപ്പീനിയൻ എന്താണോ അതിനെ കോൺട്രാഡിക്കേറ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് നോ. ഓക്കെ. Not given as always, it means that it is impossible to see what the writer thinks about. അതായത് റൈറ്റർ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പറയുന്ന കാര്യവുമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിക്കുന്ന ഒരു കാര്യം യാതൊന്നും തന്നെ അല്ല അല്ലെങ്കിൽ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് തന്നിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് നോട്ട് ഗീവൻ. ഓക്കെ. അപ്പം മെയിനുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ് നോ ക്വസ്റ്റ്യൻസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ട്രൂ ആൻഡ് ഫോൾസ് ക്വസ്റ്റ്യൻസും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് നമ്മൾ എന്താ പറയുക ആൻസേഴ്സ് ചെയ്യുന്നുണ്ടാവുക. ഈ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്നത് മാത്രം ഒഴിച്ച് വേറെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സോ യെസ് ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ ഡിഫറൻസ് പറഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് കുറച്ച് ടിപ്സ് നോക്കണം അല്ലേ. നമുക്ക് ആസ് ഓൾവേസ് ഇൻ ആർ ലൈവ് സെഷൻ വി ആർ ഫോളോയിങ് എ ലോട്ട് ഓഫ് ടിപ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന എന്താ പറയുക ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ യെസ് നോ ക്വസ്റ്റ്യൻസ് അത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ടിപ്സ് വേണം. ഓക്കെ. നമുക്ക് എന്താണ് ഫസ്റ്റ് ടിപ്പ് എന്നുള്ളത് നോക്കാം. Ignore anything you already know about the topic and don't make assumptions. That is which we already discussed in our last live session as well. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും നമ്മളുടെ നോളജിൻ്റെ ബേസിൽ അല്ലെങ്കിൽ നമ്മളുടെ ചില അസംഷൻസിൻ്റെ ബേസിസിൽ നമ്മൾ റീഡിങ് ക്വസ്റ്റ്യൻസിനെ അപ്പിയർ ചെയ്യരുത്. കാരണം ഇവിടെ നമ്മുടെ ഐഡിയാസിനോ ഇവിടെ നമ്മുടെ നോളജിനോ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഇവിടെ നമ്മുടെ എന്താണ് പാസേജിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ അണ്ടർസ്റ്റുഡ് ആണോ അല്ലെങ്കിൽ നമുക്കതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. സോ നെവർ എവർ ഗീവ് യുവർ ആൻസേഴ്സ് ബേസ്ഡ് ഓൺ എ ടോപ്പിക് വിച്ച് യു ആർ ഓൾറെഡി അവെയർ ഓഫ് ഓർ ഡോണ്ട് മേക്ക് എനി അസംഷൻസ്. ക്ലിയർ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടിപ്പ്. നൗ ദ സെക്കൻഡ് വൺ, ഐഡൻറ്റിഫൈങ് എനി വേർഡ്സ് ദാറ്റ് ക്വാളിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ, സം, all, mainly, often, always and occasionally. These words are there to test if you have already read the whole statement because they can change the meaning. അപ്പം നമുക്കിവിടെ എന്താണ് ചെറിയ വേർഡ്സിൻ്റെ ബേസിസിലാണ് ബേസിക്കലി നമ്മളുടെ റീഡിങ്ങിൻ്റെ എസ്പെഷ്യലി ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് മാറിപ്പോകുന്നുണ്ടാവുക. ചിലപ്പോൾ നമുക്ക് ഓൾ, മെയിൻലി, ഒക്കേഷണലി, റെയർലി ഇങ്ങനത്തെ ചെറിയ വേർഡ്സ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ഒറ്റ വേർഡും കൊണ്ടാണ് നമ്മുടെ എൻറ്റയർലി ആൻസർ മാറി പോകുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ വേർഡുകളൊക്കെ നിങ്ങളുടെ റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യനിൽ എസ്പെഷ്യലി ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ദറ്റ് ഈസ് ലൈക്ക് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനുള്ള ഒരു കൈൻഡ് ഓഫ് കീവേഡായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ലെറ്റ് മീ ഗീവ് ആൻ എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊക്കോകോല ഹാസ് ഓൾവേസ് മെയ്ഡ് ഇറ്റ്സ് ഡ്രിങ്ക് ഇൻ ദ USA. This is the question. And it has a difference from that Coca-Cola has mainly made its drink in the USA. അല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഓൾവേസ് മെയ്ഡ് ഇറ്റ്സ് ഡ്രിങ്ക് ഇൻ USA എന്നാണ് പറഞ്ഞത്. ഓൾവേസ്. പക്ഷേ എന്താണ് പറയുന്നത് ഇവിടെ? രണ്ടാമത് പറഞ്ഞത് മെയിൻലി മെയ്ഡ് ഇറ്റ്സ് ഡ്രിങ്ക് ഇൻ USA. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എങ്ങനെയാണ് ആ ഒരു ഡിഫറൻസ് വന്നത്? സെൻറ്റൻസ് സെയിം ആണ്, മീനിങ് സെയിം ആണ്, എവറിത്തിങ് ഇസ് സെയിം. വാട്ട് മേക്ക് ഇസ് ഡിഫറൻസ്? വാട്ട് മേക്ക് ഇറ്റ് ഡിഫറെൻറ്റ് എന്താണ്? ആ ഒരു ചെറിയ വേർഡാണ്. ഓൾവേസ് അല്ലെങ്കിൽ മെയിൻലി എന്നൊരു വേർഡ് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഐഡിയയിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരവിടെ ഉദ്ദേശിച്ച കാര്യത്തിന് ഒരു ഡിഫറൻസ് ഉണ്ടായത്. അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെയാണ് നമ്മളുടെ IELTS റീഡിങ് എസ്പെഷ്യലി ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിനുള്ളത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനത്തെ ഒരു വേർഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറപ്പായിട്ടും അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. അത് മനസ്സിലാക്കി തന്നെ മുമ്പോട്ടത്തേക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. Now the third one, there will be at least one of all three answers. If you don't have at least one true, false or not given, you have at least one wrong answer. Yes, അതായത് നമ്മളുടെ യെസ്, നോ അല്ലെങ്കിൽ നോട്ട് ഗിവൻ, അതുപോലെ ട്രൂ, ഫോൾസ്, നോട്ട് ഗിവൻ, ഇതിൽ എന്തെങ്കിലും ഒരു ട്രൂ അല്ലെങ്കിൽ ഒരു ഫോൾസ്, ഒരു നോട്ട് ഗിവൺ എങ്കിലും വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ആൻസറായിട്ട് വന്നിട്ടില്ല എങ്കിൽ
നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആൻസർ തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നോർമലി ഇതെല്ലാം തന്നെ നമുക്ക് വരും, ഈ മൂന്നും വരും, ട്രൂവും വരും, ഫോൾസും വരും, അതുപോലെ തന്നെ നോട്ട് ഗിവണും വരും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഇപ്പോൾ നോട്ട് ഗിവൺ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻസറിൽ ഏതോ ഒരെണ്ണം തെറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്സാണ്. ഓക്കെ, don't skim and scan the text to find the final answer. You will have to read the appropriate part of the text very carefully in order to understand what the author means. ഓതർ എന്താണ് നമ്മളവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആൻസറിലേക്ക് എത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്കിം ആൻഡ് സ്കാൻ മാത്രം ചെയ്താൽ പോരാ. ആ ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ സ്കിം ആൻഡ് സ്കാൻ എവിടെയാണ് ചെയ്യുന്നത്, ആൻസറിലേക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു ഏരിയ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അത് ലൊക്കേറ്റ് ചെയ്യൂ. Then you have to read that particular area very clearly, and at the same time you have to understand എന്താണ് അവിടുത്തെ മീനിങ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. അപ്പം അത് വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് സ്കിം ആൻഡ് സ്കാൻ മാത്രം ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് മാത്രം പോകരുത്. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ വായിച്ച് ആ ഒരു ഏരിയ എന്താണെന്ന് എക്സാക്ട്ലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നൗ don't look for words that exactly match those in the statement. You should also look for synonyms. Remember, you are matching information, not words. Correct? നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താ, നമ്മൾ ഇൻഫർമേഷനെയാണ് മാച്ച് ചെയ്യുന്നത്, അല്ലാതെ വേർഡ്സിനെ അല്ല നമ്മൾ മാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാസേജിൽ തന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിലുള്ള ഒരു വേർഡിൻ്റെ ബേസിസിൽ അത് നിങ്ങൾ പോയിട്ട് പാസേജിൽ ആ ഒരു വേർഡിനെ ലൊക്കേറ്റ് ചെയ്ത് യെസ് ഞാൻ ആൻസറിലേക്ക് എത്തി എന്നാരും വിചാരിക്കരുത്. അത് അങ്ങനെയല്ല. നമ്മൾ വേർഡ്സിനെ വെച്ചിട്ടല്ല മാച്ച് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് വി ആർ മാച്ചിങ് ദ ഇൻഫർമേഷൻസ്, വി ആർ മാച്ചിങ് ദ ഐഡിയാസ്, അല്ലെങ്കിൽ ആ മീനിങ്ങിനെയാണ് നമ്മൾ മാച്ച് ചെയ്യുന്നത്. അത് നിങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. വേർഡ്സിനെ അല്ല നമ്മൾ ഒരിക്കലും മാച്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാവാൻ പാടില്ല. വി ആർ മാച്ചിങ് ദ മീനിങ്. ഓക്കെ, ക്ലിയർ? നൗ you cannot find the information you are looking for, then it is probably not given. Don't waste time looking for something that is not there. അതായത് നമ്മൾക്ക് നോക്കുന്നൊരു പെർട്ടിക്കുലർ കാര്യം അവിടെ കാണുന്നില്ല, നമ്മൾ എത്രയൊക്കെ നോക്കിയിട്ടും കാണുന്നില്ല, വീണ്ടും വീണ്ടും ഇത് തന്നെയാണോ എന്ന് റീകൺഫേം ചെയ്യാനായിട്ട് ഒരുപാട് സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. കാരണം നിങ്ങൾക്കത് കാണുന്നില്ല, അല്ലെങ്കിൽ പാസേജിൽ നിങ്ങൾ നോക്കുന്നൊരു പെർട്ടിക്കുലർ കാര്യം കാണുന്നില്ല എങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഗിവൻ. അതിനുവേണ്ടി ഒരിക്കലും നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യരുത്. കാരണം ഓരോ സിംഗിൾ മിനിറ്റ് നിങ്ങൾക്ക് വളരെ, അല്ലെങ്കിൽ ഓരോ സിംഗിൾ സെക്കൻഡ്സ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഡൂയിങ് ദി റെസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ്. സോ നെവർ വേസ്റ്റ് യുവർ ടൈം ഇൻ ഡൂയിങ് സച്ച് ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി ദറ്റ് എന്താണ് നോട്ട് ഗിവൻ ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. If you're not finding the answer in that passage, which means that it is not given itself. അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിന് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, നൗ if you can't find the information you are looking for, then it's probably not given, which is we already discussed. And spend time reading and analyzing the question statement. അതായത് ക്വസ്റ്റ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാനും അത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ സമയം മെനക്കെടുത്തേണ്ടത്. അല്ലാതെ ആ ഒരു പെർട്ടിക്കുലർ വേർഡോ അല്ലെങ്കിൽ ഒരു സിനണിമോ ഇത് കണ്ടുപിടിക്കാനാവരുത് നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ്റെ ഐഡിയ എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഐഡിയ എന്നുള്ളത് മനസ്സിലാക്കാനായിരിക്കണം നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ സ്പെൻഡിങ് യുവർ ടൈം ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ? You are not trying match the keywords, you are matching the information or the meaning which we already discussed. And remember the meaning of false or no. നമ്മുടെ ക്വസ്റ്റ്യനിൽ പല സ്റ്റുഡൻസിനും ഏറ്റവും അധികം തെറ്റുപറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ യെസ് ഓർ നോ കിട്ടുമ്പോൾ ഫോൾസിന് പകരം നോയ്ക്ക് പകരം ഫോൾസ് എഴുതാനുള്ളൊരു ടെൻഡൻസി വളരെ കൂടുതലാണ്. കാരണം ഈ പറയുന്ന ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമുക്ക് എക്സാമിന് വരാറുള്ളത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നാലും യെസ് ഓർ നോ കിട്ടുമ്പം നോയുടെ ആൻസർ ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ട് ഫോൾസ് എഴുതാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് ഓഫ് ദ റീസൺ യു ആർ നോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡിങ് ഓർ നോട്ട് റീഡിങ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട്
നോയ്ക്ക് പകരം കൊണ്ടുവന്നിട്ട് ഫോൾസ് എഴുതി വെക്കുന്നത്. അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ബാൻഡ് കിട്ടത്തില്ല. നോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ യു ആർ ഓൺലി സപ്പോസ് ടു റൈറ്റ് ദറ്റ് നോ ഇൻ ദറ്റ് പ്ലേസ്. അവിടെ അത് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഫോൾസ് എഴുതി വെക്കാൻ പറ്റില്ല. അതിന് നമുക്ക് മാർക്ക് കിട്ടില്ല. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇൻസ്ട്രക്ഷൻസ് വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ പാസേജ്. ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകരുത്. അതിന് തൊട്ട് മുമ്പേ ആ ഒരു ഇൻസ്ട്രക്ഷൻ ഒരു കപ്പിൾ ഓഫ് സെക്കൻഡ് മതിയല്ലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാനുള്ള ഒരു ടൈം നിങ്ങൾ കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ദീസ് ആർ ഫ്യൂ ടിപ്സ് വിച്ച് യു ഹാവ് ടു ഫോളോ ഇൻ ഡൂയിങ് യെസ് നോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടിപ്സ് അല്ല, നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ടിപ്സാണ്. ഓക്കെ, നോ ഞാൻ ചെറിയ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു പാസേജിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു വൺ സെൻറ്റൻസ് ഉള്ള പാസേജാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്താണ് കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ട്രൂ ആണോ ഫോൾസ് ആണോ നോട്ട് ഗിവൺ ആണോ എന്നുള്ളത് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നോക്കാം. ഓക്കെ, നൗ ദ ഫസ്റ്റ് പാസേജ് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? നമുക്ക് ഫസ്റ്റ് പാസേജിൽ, നമ്മുടെ പാസേജിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? മെജോറിറ്റി ഓഫ് പീപ്പിൾ ഹൂ ഗ്രാജുവേറ്റഡ് യൂണിവേഴ്സിറ്റി ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൾട്ട് ടു ഗെറ്റ് എ ജോബ്. ഇതാണ് നമ്മുടെ പാസേജിൽ കൊടുത്തിട്ടുള്ള ഒരു ഐഡിയ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ആഫ്റ്റർ ഫിനിഷിംഗ് ദെയർ ടെറിട്ടറി എഡ്യൂക്കേഷൻ ഓൾ പീപ്പിൾ ഹാഡ് ഡിഫിക്കൽട്ടി ടു ഫൈൻഡ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, പാസേജ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്താണ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? സോ ദോസ് ആർ ഗെറ്റിംഗ് ദ ആൻസർ, യു ക്യാൻ ഗിവ് യുവർ ആൻസേഴ്സ് ഇൻ ദ കമൻറ്റ് ബോക്സ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ മെയിനായിട്ട് സിനണിം, എന്താണ് സിനണിം നമുക്ക് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് എന്നൊരു വേർഡ് കൊടുത്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇൻ ദ പാസേജ് ഇറ്റ് ഈസ് ഗിവൺ ആസ് ജോബ്. സിനണിമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആ സിനണിം കിട്ടി, ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി വാട്ട് എൽസ്? ഡിഫിക്കൽട്ടീസ്, യെസ് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നുണ്ട്. ദെൻ വാട്ട് എൽസ്? ദറ്റ് ഈസ് ഗിവൺ ആസ് ടെറിട്ടറി എഡ്യൂക്കേഷൻ എന്ന് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഗ്രാജുവേറ്റഡ് ഫ്രം യൂണിവേഴ്സിറ്റി എന്നുള്ള സിനണിമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിമിലർ മീനിങ് തന്നെയാണ് ടെറിട്ടറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ആൻസറിലേക്ക് എത്താനായിട്ട് ഒരു മേജറായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് വരുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരിക്കും? ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ ഈസ് ഗിവൺ ഇൻ അവർ പാസേജ്, ബട്ട് ഇൻ അവർ ക്വസ്റ്റ്യൻ ഓൾ പീപ്പിൾ ഹാസ് ഡിഫിക്കൽട്ടി. യെസ്, അതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനെ ഡിഫറൻസ് ചെയ്യുന്നൊരു കാര്യം അല്ലേ? നമ്മുടെ പാസേജിൽ മെജോറിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടില്ല. യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുന്ന സ്റ്റുഡൻസിന് ജോലി കണ്ടുപിടിക്കുക ഡിഫിക്കൽട്ടാണ്. ദാറ്റ് ഇസ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ എവ്രി വൺ, ബട്ട് ഫോർ മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ. ബട്ട് ഇൻ ദി കേസ് ഓർ ഗിവൻ ഇൻ ദി ക്വസ്റ്റ്യൻ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ ആളുകൾക്കും അത് ഡിഫിക്കൽട്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇൻഫർമേഷൻ നമ്മുടെ ക്വസ്റ്റ്യനും പാസേജ് ഇൻഫർമേഷനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? നോ. സോ ദ ആൻസർ ഈസ് ഫോൾസ്. നമ്മുടെ ആൻസർ എന്താണ്? ഫോൾസ് ആണ്. ഓൾറൈറ്റ്, now let's go to the passage 2. എന്താണ് നമ്മുടെ രണ്ടാമത്തെ പാസേജിൽ കൊടുത്തിട്ടുണ്ടാവുക? The charity raises money to pay for education and the daily needs of poor people. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. The charity spent more of the money raised on schooling for poor people than on their daily requirement. ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇവിടെ എന്താണ് ഡിഫറൻസ് വരുന്നുണ്ടാവുക? നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ പാസേജിൽ പറയുന്നത് ചാരിറ്റി റേസ് മണി ടു പേ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ദ ഡെയിലി നീഡ്സ് ഓഫ് ദ പുവർ പീപ്പിൾ. ചാരിറ്റി കൂടുതലും മണി റേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ആളുകളുടെ ഡെയിലി നീഡ്സിന്, പുവർ പീപ്പിളിൻ്റെ ഡെയിലി നീഡ്സിന് വേണ്ടിയിട്ടാണെന്നാണ് നമ്മുടെ പാസേജിൽ പറയുന്നത്. ബട്ട് ഇൻ ദി ക്വസ്റ്റ്യൻ ഇറ്റ് ജസ്റ്റ് സീസ് ദാറ്റ് ദ ചാരിറ്റി spends more of the money raised on schooling for poor people than on their daily needs. അല്ലേ? അവരുടെ സ്കൂളിങ്ങിനെക്കാട്ടിലും അല്ലെങ്കിൽ അവരുടെ ഡെയിലി നീഡ്സ് സ്കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഇത് എന്താണ് മണി അവർ സ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമല്ല. ഓപ്പോസിറ്റ് മീനിങ്ങും അല്ല നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ?
എന്താണ് മോർ ഓഫ് ദ മണി എന്ന് പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ദേ ആർ സ്പെൻഡിങ് മോർ ഫോർ ദെയർ ഡെയിലി നീഡ്സ് ദാൻ ഫോർ ദെയർ സ്കൂളിംഗ്, അല്ലെങ്കിൽ സ്കൂളിംഗ് ഫണ്ടിന് വേണ്ടിനെക്കാട്ടിലും കൂടുതൽ ഡെയിലി റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് മണി എന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദറ്റ് ഓപ്പോസിറ്റ് മീനിങ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സെൻറ്റൻസ് ഇസ് ഡിഫറെൻറ്റ്, which means that it is not matching about the information which is given in the passage. So the answer is not given. നമ്മുടെ ആൻസർ not given ആണ്. Clear? Okay. Now let's go to the third passage. Just used 400 million acres of land is being used for agriculture in America. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? At present in America, about 400 million acres of land is allocated for agriculture. അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടാണ് 400 acres അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിലും അഗ്രികൾച്ചർ തന്നിട്ടുണ്ട്, പാസേജിലും അഗ്രികൾച്ചർ തന്നിട്ടുണ്ട്. ദെൻ വാട്ട് എൽസ്? നമുക്ക് 400 millions ആണെന്ന് പറയുന്നുണ്ട്. യെസ് 400 million acres ആണെന്ന് പറയുന്നുണ്ട്. യെസ് 400 million of acres of land എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് ഒരു ഡിഫറൻസ് ഇവിടെ വന്നത്? എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റുക? വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത്, അല്ലെങ്കിൽ നോട്ട് ഗിവൺ ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും? ഓക്കെ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അപ്പാർട്ട് ഫ്രം ദാറ്റ് മെയിൻ ഐഡിയ നമുക്ക് ചെറിയൊരു കാര്യം തന്നിട്ടുള്ളത് എന്താണ്? ഇൻ ദ പാസേജ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ ലാൻഡ് ഈസ് ബീങ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. ഈസ് ബീങ് യൂസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയാണ് നമ്മുടെ ഗ്രാമറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലേ. ഈസ് ബീങ് യൂസ്ഡ് മീൻസ് ഈസ് എ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത്, അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അവിടെ. അപ്പോൾ നമ്മുടെ ഗ്രാമറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ വരുന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സെയിം ലൈക്ക് ഇൻ അവർ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് അറ്റ് പ്രസൻറ്റ് എന്ന് തന്നിട്ടുണ്ട്. സോ ആർ ഇൻഫർമേഷൻ ഈസ് മാച്ചിങ്, നമ്മുടെ ഇൻഫർമേഷൻ മാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇറ്റ് ഇസ് ട്രൂ. അപ്പോൾ ഓഫ് കോഴ്സ് അത് ട്രൂ ആണ്. ഇങ്ങനത്തെ ഗ്രാമറിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇവിടെ ഈ ഗ്രാമറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കയറി വന്നിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്താണ്? ട്രൂ ആണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ദിസ് ട്രൂ എങ്ങനെ വന്നു അല്ലെങ്കിൽ എങ്ങനെ കിട്ടി എന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ യെസ്, അതൊക്കെ തന്നെയാണ് നമ്മളുടെ ട്രൂ ഫോൾസ് ക്വസ്റ്റ്യൻസിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ കോമൺ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ വാട്ട് ആർ ദ ടിപ്സ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ കുറച്ച് ഡിഫറൻസ് പറഞ്ഞു, യെസ് നോ ട്രൂ ഫോൾസ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫറൻസ് പറഞ്ഞു. ഇങ്ങനത്തെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈവിൽ വിത്തിൻ ദിസ് ഹാഫ് ആൻ അവർ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്തു. ആൻഡ് ജസ്റ്റ് സാമ്പിൾ, ചെറിയൊരു സാമ്പിൾ മാത്രമാണ് ഞാൻ കാണിച്ചത് ടു ഷോ യു ദ ഡിഫറൻസ്. എങ്ങനെ പെട്ടെന്ന് എത്താം? സീം ലൈക്ക് എ സ്റ്റഡി അല്ലേ. നമ്മൾ വേർഡിൻ്റെ ബേസിസിലാണോ എത്തിയത്? നോ, എബൌട്ട് ദ മീനിങ്, ദ എൻറ്റയർ മീനിങ്, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ആൻസറിലേക്ക് എത്തിയത്. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ യെസ് നോ അല്ലെങ്കിൽ നോട്ട് ഗിവൻ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. സോ ഐ ഹോപ്പ് എവ്രി വൺ അണ്ടർസ്റ്റുഡ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ഓഫ് യു ജോയിനിങ് അവർ ലൈവ് സെഷൻ. ആൻഡ് വൺസ് അഗെയിൻ ഐ വിഷ് യു വെരി വെരി best for those who are going to appear for your exam tomorrow. എല്ലാവരും നന്നായിട്ട് തന്നെ അപ്പിയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു എക്സാം, നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരട്ടെ. താങ്ക് യു ഫോർ ഓൾ ഹു ജോയിൻഡ്.